പഴയ കാലത്ത് മുജാഹിദ് പറഞ്ഞതെന്താ? നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന പാടില്ല, അത് വിദേഹത്താണ്, അനാചാരമാണ്, നരകത്തിലേക്ക് പോകുന്ന പരിപാടിയാണ്. അതിലേറെ നല്ലത് വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ്. മുജാഹിദ് പഠിപ്പിച്ച സിദ്ധാന്ത കേട്ടോളൂ. ഇവിടെ വന്ന മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏറ്റവും വഷളായ വല്ല കാര്യങ്ങളും പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയാൻ മുജാഹിദ് പ്രസ്ഥാനം ബാലുശ്ശേരിനെ ഏൽപ്പിക്കുക. കാരണം മൂപ്പറത്തൊള്ളക്ക് ഒരു അന്തമില്ല, അങ്ങോട്ട് പറഞ്ഞോളും. എന്തും പറയാച്ചാലും മൂപ്പരെ ഇറച്ചിമക്കാട് തട്ടൂല, കാരണം തൊലിയുടെ കട്ടി അത്രക്കാണ്. മൂപ്പര് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ് ഏറ്റവും നല്ലത്. ഏതിലേറെ? കൂട്ടുപ്രാർത്ഥന നടത്തലും അതുപോലെ കുനൂത്ത് നടത്തുന്നതിലേറെയും നല്ലത്. മുജാഹിദ് ഉണ്ടാക്കിയ നവോത്ഥാനത്തിന്റെ അവസ്ഥയാണ്. കേട്ടോളൂ, അയാൾ പറയട്ടെ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും തൂക്കത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് മനസ്സിലായില്ലേ? സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്. അപ്പൊ എപ്പോഴത് ഓതല് നീ സാധൂര് അറിയോ? അറിയില്ല. ആഫീസിൽ നിന്ന് ഒരു സീറ്റ് കൊടുക്കും, അത് ഇവിടെ കൊടുത്ത് അങ്ങനെ ഛർദ്ദിക്കുന്നല്ലാതെ ഇതിന് എപ്പോഴാ ഓതല്, എന്താ അതിന്റെ പാട്, അതൊന്നും ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് വിഡ്ഢിത്തണ്ടെങ്കിലും അത് വിളമ്പ ഇയാള് ആഫീസിൽ നിന്ന് അധികാരപ്പെടുത്തല്. ഇയാൾ ആ പറഞ്ഞ മാതിരി കൊടുത്താണ് ഛർദ്ദിച്ചോളൂ, അത്രേ ഇയാൾക്ക് അറിയുള്ളൂ. പറഞ്ഞെങ്കിൽ കുനൂത്തിന് കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് എന്താ? നിക്കാരത്തിന്റെ ശേഷമുള്ള കുനൂത്ത് എന്താ പറയുന്നത്? സുബീന്റെ ശേഷമുള്ള കുനൂത്ത് പറയട്ടെ. കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്താ നമ്മൾ ഈ കേൾക്കുന്നത്? ഗംഭീരമായ പരിപാടികൾ. വ്യഭിചാരവും മോഷണവും അതിലേറെ വലിയ തെറ്റാണ് ഏത്? കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ആരംഭ റസൂലിന്റെ 10 വർഷത്തെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലം യസൽ യഖ്നുതു ഫീ സ്വലാത്തിൽ ഫജ്രി ഹത്താ ഫാറഖത് ദുനിയാ. അല്ലാഹുവിന്റെ റസൂല് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് വരേക്കും ഖുനൂത്ത് സുബ്ഹി നിസ്കാരത്തിൽ നിർവഹിച്ചിരുന്നു. 18 ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. അതിനെക്കുറിച്ചാണ് ഇയാൾ പറഞ്ഞത്. എന്ത്? അതിലും നല്ലത് വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ്. ഓർക്കണം നിങ്ങൾ. ഇരിക്കട്ടെ, അങ്ങനെ പറഞ്ഞിരുന്ന മുജാഹിദുകൾ ജനങ്ങളെ കുനൂത്തിൽ നിന്നും കൂട്ടുപ്രാർത്ഥനയിൽ നിന്നും തടഞ്ഞു. എന്നിട്ട് ഇപ്പൊ സങ്കടപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ റബ്ബർ ബന്ധറിഞ്ഞ മാറ്റി ഒറ്റ പോക്കാണ്. മൂപ്പര് പറയുന്നു, മുജാഹിദ് നേതാവ് പറയുന്നത് വെച്ചുകൊടുത്താൽ അയാൾ സങ്കടപ്പെടുകയാണ്. നമ്മളെ നിസ്കാരത്തിന് ശേഷം ദിക്റും ദുആഉം ഇല്ലാത്തത് അയാൾ പറയുന്നത് കേട്ടോളൂ. സക്കരിയ സലാഹി ആളുകളും പാലിക്കൂല. അതുപോലെ നിസ്കാരശേഷമുള്ള പ്രാർത്ഥനകള് കൂട്ടപ്രാർത്ഥന വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നിസ്കാരശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമുള്ള പ്രാർത്ഥന എന്നല്ല. ഒരാൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഓൻ ചെന്നിട്ട് വേണ്ടി വരും പീടികയിലെ മറ്റോ നിസ്കരിക്കാൻ പോരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബസ് വരാണ്ട്, അങ്ങനത്തെ സന്ദർഭത്തിലേക്ക് നമുക്ക് എണീച്ചു പോകാം. പക്ഷെ സ്ഥിരമായിട്ട് ലഗോം പോയി മുട്ടട്ട മാതിരി അസ്സലാമു അലൈക്കും വഅലൈക്കും ഒറ്റ പോക്കാം. ഒരു ദിക്റുമില്ല, സലാത്തുമില്ല. നമ്മൾ മദ്രസയിൽ പഠിക്കാം. മുജാഹിദിന്റെ അവസ്ഥയാണ് ഇപ്പോ. ഒന്നുമില്ല, ലഗോം പോയി മുട്ടട്ടമാരി ഒറ്റ പോക്കാണ്. നോക്കുന്നത് മുജാഹിദ് ചെയ്ത നിസ്കാരം ഞാൻ പറയട്ടെ, വിശദീകരിക്കുന്നില്ല. ഇവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ്. സുന്നികൾ, അഹ്ലു സുന്നയുടെ ഉലമാക്കൾ 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തോടെ പഠിപ്പിച്ച ആശയങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞ് പുതിയ ഒരു ഇസ്ലാം ഉണ്ടാക്കിയപ്പോ അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥയാണിത്. എന്നിട്ട് സക്കരിയ പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെ നിസ്കാരങ്ങാനും അള്ളാന്റെ റസൂല് കണ്ട 25 തവണ നമ്മളെ കൊണ്ട് മടക്കിപ്പിക്കും. നോക്കിങ്ങൾ, ഇത് ഞങ്ങളെന്നോ പറയാൻ തുടങ്ങിയതാ. ഞങ്ങൾ 25 കണ്ടില്ല. പക്ഷെ മുജാഹിദ് ഒന്നുകൂടി ഒരു പടി മുന്നിൽ മൂപ്പര് പറഞ്ഞു, മുജാഹിദിന്റെ നിക്കാരൊക്കെ അള്ളാന്റെ റസൂല് കണ്ട 25 തവണ മടക്കി നിക്കരിപ്പിക്കും. ഇതിനാ പ്രവർത്തിക്കണേ. കേട്ടോളൂ, പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഇന്ന് നമ്മളെ പല ആളി നിസ്കാരം അള്ളാന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കിയിട്ടുണ്ട്. അതേ നമ്മൾ നിസ്കാരം പഠിക്കണുണ്ടോ? ഇല്ല. പഠിക്കണ പരിപാടി തന്നെയല്ല. പണ്ട് പഠിച്ച എന്തൊക്കെ ജഹാലത്തുണ്ടോ അതൊന്നോട്ട് മറക്കൂല, പുതിയതൊന്നോട്ട് പഠിക്കൂല.